നമ്മളിപ്പോൾ നടന്നു പോകുന്നതിൻ്റെ ബ്ലോഗ് എടുക്കുന്നുണ്ട്. ഇരുട്ടായി തുടങ്ങി, ഏകദേശം ഇരുട്ടായി തുടങ്ങി കണ്ടോ. ഇപ്പോൾ വാക്കിംഗ് ബ്ലോഗ് ഇങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് പറയുകയാണ്. വേണ്ടോ, ഏകദേശം ഇരുട്ടായി തുടങ്ങി. ഏകദേശം എന്നല്ല, ഫുൾ ഇരുട്ടായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏകദേശം കുറച്ച് സ്ഥലം മാത്രമേ വെളിച്ചമുള്ളൂ. അതെങ്ങനെയുണ്ടെന്നൊന്ന് പറയും. ഒന്നും കാണുന്നില്ല, ഫുള്ള് ഇരുട്ടാണ്. ഈ ഭാഗത്തൊന്നൊരു വെളിച്ചമില്ല സത്യം പറയാൻ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഈ ഭാഗത്തൊരു കാര്യമുണ്ട്, കുറുക്കന്മാരുടെ ശല്യം ഭയങ്കരമാണ്. 2-3 ദിവസമായിട്ട് കുറുക്കന്മാരുടെ സൗണ്ട് ഈ ഒരു പ്രദേശത്ത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാ സ്ഥലത്തും കേൾക്കുന്നുണ്ട്. അപ്പം അത് നമ്മൾ സേഫായിരിക്കണം ഈ ഭാഗത്ത് വരുമ്പോൾ. അപ്പം ഒരുവിധം എല്ലാ സ്ഥലത്തും കുറുക്കന്മാരുടെ ശല്യം ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് കൂടുതൽ ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഇവർ കൂടുതൽ വരുന്നത്. അപ്പോൾ ഈ ബ്ലോഗ് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക്, ഒരുപാട് ഇരുട്ടാണ് ശരിക്കും പറഞ്ഞാൽ, വെളിച്ചമൊന്നുമില്ല. നമ്മൾ ആ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ഇത്തിരി വെളിച്ചം കാണുന്നത്. അപ്പോൾ ഞങ്ങളിത് മെയിൻ റോഡിൽ കയറി. കുറച്ച് നേരത്തെ ഈ വണ്ടികളൊന്നുമില്ല. ഇനി ഇവിടെ നിന്ന് ശരിക്കും 6 മണി 6:15 6:30 സമയം ആവുന്നേ ഉള്ളൂ. പക്ഷെ കണ്ട നല്ല ഇരുട്ട് പരന്നിട്ടുണ്ട് ഇപ്പോൾ. ഇതൊരു നൈറ്റ് ബ്ലോഗാണ്, ഇങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും അഭിപ്രായം പറഞ്ഞു. വെളിച്ചം ദുഃഖമാണ് താമസല്ലോ പ്രദം എന്ന് പറയുന്നതല്ലേ. എവിടേക്കോ മിന്നല് കാര്യങ്ങളുണ്ട്. എൻ്റെ വീട് നിങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. ഇരുട്ട് കട്ട പിടിച്ച് കിടക്കുന്ന വഴിയിലൂടെ നമ്മൾ യാത്ര നടത്തുകയാണ് ഇപ്പോൾ. ഇത് ഏത് ഭാഗത്താണ് കുറുക്കന്മാരുള്ളത് എന്നുള്ളതൊന്നും ലൊക്കേഷൻ കൃത്യമല്ല. പക്ഷേ ഇവിടെ അത് കണ്ടോ, ഇപ്പം ഞാൻ നേരത്തെ കണ്ടോ, നല്ല ഇരുട്ട് പരന്നിട്ടുണ്ട്. ഇപ്പോൾ ചന്ദ്രൻ ഉണ്ടാവുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം മേഘാവൃതമാണ് ആകാശം. ഇതൊരു ബൈക്ക് വരുന്നുണ്ട്. ഒരുപാട് നേരത്തിന് ശേഷം ഒരു ബൈക്ക് വരുന്നു. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത്തരം സ്ഥലങ്ങളിലൂടെയൊക്കെ രാത്രി വണ്ടി ഓടിച്ച് പോകുമ്പോൾ എല്ലാവരും ജാഗ്രതയിലായിരിക്കണം. കാരണം അത് ഇരുട്ട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അത് കൂടുതൽ ഡേഞ്ചറാണ്. അപ്പോൾ എല്ലായിടത്തും കുറുക്കന്മാരുടെ ശല്യം ഉണ്ട്. ഇപ്പോൾ വിവിധ എല്ലാ പ്രദേശത്തും ഉണ്ട്. നമ്മളത് കുറച്ച് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈറ്റ് ഇങ്ങനെ ഉള്ള ഭാഗത്തേക്ക് പിടിക്കുന്നത്. അപ്പം നമുക്ക് വ്യത്യാസം കണ്ടറിയാൻ പറ്റും. മിന്നൽ ചെറുതായിട്ടുണ്ട്. നേരത്തെ മഴയുണ്ടായിരുന്നു ഇവിടെ, ഇപ്പോൾ തിരിഞ്ഞ് നിന്നതാണ്. കണ്ടോ നൈറ്റ് വിഷ്വൽസ് എങ്ങനെയുണ്ട്? ഒരുപാട് ദിവസത്തിന് ശേഷമാണ് നമ്മൾ നൈറ്റ് വിഷ്വൽസ് ക്യാപ്ചർ ചെയ്യുന്നത്. ഏകദേശം നമ്മൾ വെളിച്ചത്തിൻ്റെ ഭാഗത്തേക്ക് എത്തി. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് പോവാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് പതിയെ പോവാം. അതെ, വെളിച്ചത്തിൻ്റെ അവിടെ വരുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കും. അപ്പം ആരും എല്ലാവരും പോയി. അപ്പം നമ്മൾ ഈ ബ്ലോഗ് ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്. മിന്നൽ കണ്ടോ? മിന്നൽ വെയിറ്റ് ചെയ്തു.